ആരോ ഒരാൾ ഭാഗം 40. ഡോക്ടർ മെർലിൻ ഫെർണാണ്ടസ് സാറിന് കാണണമെന്ന് പറയുന്നു. പെട്ടെന്നൊരു നേഴ്സ് അവിടേക്ക് വന്നു പറഞ്ഞു. അവൾ ആവേശത്തോടെ ശോശയ്ക്കൊപ്പം അകത്തേക്ക് പാഞ്ഞു. ഹരിയും റോഷനും അവളെ അനുഗമിച്ചു. ഡാഡി, ഫെർണാണ്ടസിൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ അവൾ വിങ്ങിപ്പൊട്ടി. അയാൾ ഒരു പുഞ്ചിരിയോടെ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഡാഡി, ആരാ? എന്തിനാ? ഡാഡിക്ക് എന്താ സംഭവിച്ചേ? തനിക്ക് മുൻപിൽ പുഞ്ചിരിയോടെ കിടന്ന ഫെർണാണ്ടസിനെ കുലുക്കി വിളിച്ചുകൊണ്ട് മെർലിൻ ചോദിച്ചു. മോളെ, പേടിക്കാനൊന്നുമില്ല. ഒക്കെ നമ്മുടെ ഭാഗ്യം. ദൈവം നമ്മുടെ കൂടെയാ, അല്ലേ മോളെ? അല്ലെങ്കിൽ എൻ്റെ പൊന്നു മോളെ കാണാൻ ഈ ഡാഡി ബാക്കിയുണ്ടാകുമായിരുന്നില്ല. ഫെർണാണ്ടസിൻ്റെ കണ്ണുകളിൽ നീർത്തിളക്കമുണ്ടായിരുന്നു. എൻ്റെ ശോശപ്പെണ്ണേ, നീ ഇങ്ങനെ കരയാതെ. നിന്നെയും നമ്മുടെ മോളെയും വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാനാകുമോ? എൻ്റെ മോളെ അവളുടെ ചെറുക്കൻ്റെ കയ്യിൽ പിടിച്ചുകൊടുത്ത് പിന്നെ നമ്മൾ ഒരുമിച്ചൊരു പോക്കങ്ങ് പോകും. തനിക്കരികിൽ നിർത്താതെ പെയ്യുന്ന ശോശയെ കണ്ട് ഫെർണാണ്ടസ് തമാശ പറഞ്ഞു. എനിക്ക് റോഷനോടും മെർലിനോടും മാത്രമായി കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കാമോ? കുറച്ചു നേരം എന്തോ ആലോചിച്ച് കിടന്നിട്ട് ഫെർണാണ്ടസ് ചോദിച്ചു. അതിനെന്താ അങ്കിൾ, ഞങ്ങൾ പുറത്തു നിൽക്കാം. ഹരി ഒരു മകനെ പോലെ ശോശയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അല്ല, ഞാൻ അറിയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവിടെയുള്ളത്? ഈയിടെയായി പലതും നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നു. രഹസ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമായി അല്ലേ? പോകാൻ മടിച്ച ശോശയുടെ വാക്കുകളിൽ നേരിയ പരിഭവം നെഴിച്ചു. ഒക്കെ സമയമാവുമ്പോൾ ഞാൻ പറയാടോ. താനൊരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ആ കൊച്ചു തലയിൽ കയറ്റേണ്ട, അല്ലേ മോളെ? ശോശയുടെ പരിഭവം കേട്ടപ്പോൾ ചിരിയോടെ ഫെർണാണ്ടസ് പറഞ്ഞു. ചെറിയൊരു ചിരിയോടെ പരിഭവം പറഞ്ഞ് അവർ പുറത്തേക്ക് നടന്നു. മോനെ ഹരി, ഇവിടേക്ക് ആരും വരാതെ ഒന്ന് നോക്കണേ. ചുവരുകൾക്ക് പോലും കാതുള്ള സമയമാ. വേദന കടിച്ചൊതുക്കി ഫെർണാണ്ടസ് വിളിച്ചു പറഞ്ഞു. റോഷ, എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടാ. വാ, ഇങ്ങടുത്തിരിക്ക്. അയാൾ കൈകൾ നീട്ടിക്കൊണ്ട് റോഷനെ വിളിച്ചു. റോഷൻ നിറഞ്ഞ സ്നേഹത്തോടെയും ഭയത്തോടെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കിരുന്നു. മോനെ, എനിക്ക് അധിക നേരം സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് മെർലിൻ പറഞ്ഞറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ അവൾ തന്നെ നിന്നോട് പറയും. ആദ്യം അത് നടക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒട്ടും വൈകാതെ മെർലിൻ ഫെർണാണ്ടസിനോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ റോഷനെ പറഞ്ഞു കേൾപ്പിച്ചു. എൻ്റെ ഈശോയെ, ഇനി എന്തൊക്കെ കാണണമാവോ? ഡാഡി, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ പോലീസിൽ ഏൽപ്പിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റോഷൻ കോപത്തോടെ പറഞ്ഞു. ഇല്ല മോനെ, അവളെ പോലീസിൽ ഏൽപ്പിച്ചാൽ മാത്രം ഇതൊന്നും അവസാനിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആ വിവാഹ ദിനത്തിലേക്ക് എത്തണം. അവൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ വിവാഹ ദിനത്തിലേക്ക്. മുൻപ് തീരുമാനിച്ചിരുന്നതുപോലെ ചെറിയ ചടങ്ങ് വേണ്ട, വലിയ ചടങ്ങ് തന്നെ ആയിക്കോട്ടെ. അവിടെ വെച്ച് നമുക്ക് അവളുടെ മുഖം മൂടി വലിച്ചു കയറണം. ഒപ്പം എങ്ങനെയെങ്കിലും തോമസിൻ്റെയും. അല്ലെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെ പോലീസിനെ വിശ്വസിക്കും? നമ്മൾ ഇത്രയധികം കേസുകൾ കൊടുത്തിട്ടും ഒരിക്കൽ പോലും നമുക്ക് അവരുടെ സഹായം കിട്ടിയിട്ടില്ലല്ലോ. ഇത് നമ്മുടെ യുദ്ധമാണ്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നമ്മുടെ മാത്രം യുദ്ധം. ഫെർണാണ്ടസ് വേദന കടിച്ചൊതുക്കി പറഞ്ഞു. അങ്കിൾ, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. ഒടുവിൽ എനിക്ക് ഇവളെ നഷ്ടപ്പെടുമോ എന്നു പോലും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. വല്ലാത്തൊരു വിഷാദഭാവത്തോടെയാണ് റോഷൻ അത് പറഞ്ഞത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഡാഡിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാകുക തന്നെ ചെയ്യും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനു മുമ്പായി നിങ്ങൾ അറിയേണ്ട മറ്റൊരു സുപ്രധാന കാര്യമുണ്ട്, ഫെർണാണ്ടസ് പറഞ്ഞു. ഡാഡി, എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്. ഒന്ന് ഓർഗനൈസ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ഫെർണാണ്ടസ് ഒന്ന് നിശബ്ദനായപ്പോൾ മെർലിൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യം രണ്ടുപേരും കേൾക്കണം. എന്നെങ്കിലും ഒരിക്കൽ നീ കേൾക്കാൻ ആഗ്രഹിക്കും എന്നെനിക്കുറപ്പുള്ള ആ വലിയ സത്യം നിങ്ങൾ അറിയാൻ ഇനിയും വൈകിക്കൂടാ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ മോൾ ഡാഡിയെ തള്ളിക്കളയാം, നമ്മുടെ വീടിനെ തന്നെ വെറുക്കാം. പക്ഷേ ഒന്നും ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന സത്യം മോള് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരിൽ ആശങ്കയുടെ കൊടുമുടി നിറച്ചു. അവർ പരസ്പരം നോക്കി. മോളെ, ഇന്ന് രാവിലെ നീ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഫെർണാണ്ടസ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തായിരിക്കും അത്? മെർലിൻ ഓർമ്മകളിൽ ചികഞ്ഞു. മോള് രാവിലെ എന്നോട് ചോദിച്ചില്ലേ, അങ്ങനെയെങ്കിൽ തോമസിൻ്റെ ആ മകൾ എവിടെയെന്ന്? മെർലിൻ പകപ്പോടെ ഫെർണാണ്ടസിനെ നോക്കി. അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത്? താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ കാര്യമായിരിക്കുമോ? ആ നിമിഷത്തെ നിശബ്ദത മെർലിനെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. അവൾ അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചു.
മോളെ, തോമസിന്റെ ആ മകൾ വേറെ ആരുമല്ല, അത് നീയാണ്. ആ വാക്കുകൾ മെർലിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ആഘാതം വല്ലാത്തതായിരുന്നു. ശബ്ദിക്കാനാകാതെ അവൾ ഫെർണാണ്ടസിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു, ശ്വാസം നിലച്ചതുപോലെ. മോളെ, തോമസിന് ഒരുപക്ഷെ നിന്റെ ബയോളജിക്കൽ ഫാദർ ആകാൻ പറ്റിയേക്കും, പക്ഷെ ഒരിക്കലും നിന്റെ അപ്പനാകാൻ അവന് സാധിക്കില്ല. കുഞ്ഞുനാൾ മുതൽ നീ ഉറങ്ങിയത് ഈ നെഞ്ചിലാണ്. നിന്റെ യാത്രകൾ ഈ കൈപിടിച്ചായിരുന്നു. ഞാനാണ് മോളെ നിന്റെ അപ്പൻ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറെ ആർക്കും നിന്നെ സ്നേഹിക്കാനാകില്ല. ഫെർണാണ്ടസ് പൊട്ടിക്കരഞ്ഞു. മെർലിൻ ഒരു പ്രതിമയെപ്പോലെ ഫെർണാണ്ടസിനെ നോക്കി കുറേയേറെ നേരം ഇരുന്നു. പിന്നീട് അവൾ പതുക്കെ എഴുന്നേറ്റ് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഹൃദയം തകർന്നുള്ള ആ നടപ്പ് കണ്ടപ്പോൾ ഫെർണാണ്ടസ് പൊട്ടിക്കരഞ്ഞു. മോനെ റോഷ, അവളെ കൈവിട്ട് കളയല്ലേ. എൻ്റെ കുട്ടി ആകെ തകർന്നിരിക്കുകയാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ഇപ്പോൾ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഫെർണാണ്ടസ് കേഴുന്നത് പോലെ റോഷനെ നോക്കി. റോഷൻ തരിച്ചു നിന്നു. മെർലിൻ്റെ വേദന അവൻ്റെ നെഞ്ചിലും തറച്ചു. മോളെ, നിനക്ക് എന്താ പറ്റിയേ? ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തനിക്ക് മുൻപിൽ നടന്നു നീങ്ങുന്ന മെർലിനെ കുലുക്കി വിളിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. ഹരിയേട്ട, ഞാൻ... അവൾ ആ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീർ അവളെ തകർത്തെറിഞ്ഞ ആ സത്യങ്ങളുടെ ഭാരം മുഴുവൻ ഒഴുക്കിക്കളയുന്നത് പോലെ തോന്നി. ആ കാഴ്ച കണ്ട റോഷന് തന്റെ ഹൃദയം തകരുന്നത് പോലെ തോന്നി. പാവം, ജീവിതത്തിൽ ഈ വേദന അതുകൂടിയേ അവൾ അനുഭവിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഹരി തന്നെയാണ് അവൾക്ക് ആശ്വാസമേകാൻ ഏറ്റവും പറ്റിയ ആൾ എന്ന് റോഷൻ തിരിച്ചറിഞ്ഞു. ഹരി, തൽക്കാലം നീ അവളെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം, റോഷൻ പറഞ്ഞു. എന്താ മോനെ, എന്തിനാ ഇവളിങ്ങനെ കരയുന്നത്? ഫെർണാണ്ടയ്ക്ക് വല്ല കുഴപ്പവും? ശോശ ആകുലതയോടെ ചോദിച്ചു. ഒന്നുമില്ല മമ്മി, ഡാഡി ഇങ്ങനെ കിടക്കുന്നത് കാണാനുള്ള ശേഷിയില്ലാതെ അവൾ കരഞ്ഞതാ. എന്തായാലും ഹരി വീട്ടിലേക്ക് പോകുകയാണ്. അവൻ്റെ കൂട്ടത്തിൽ അവൾ കൂടി പൊയ്ക്കോട്ടെ, റോഷൻ വേഗത്തിൽ പറഞ്ഞു. ശോശ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് മെർലിനെ അവിടുന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. തൻ്റെ നെഞ്ചോട് ചേർന്ന് വിങ്ങിക്കരയുന്ന മെർലിനെ ഹരി ഒന്നുകൂടി തന്നോട് ചേർത്തു. എന്നും വേദന മാത്രമാണല്ലോ എൻ്റെ കുട്ടിക്ക് ബാക്കിയാകുന്നത്. സങ്കടത്തോടെ ഓർത്തുകൊണ്ട് അവൻ അവളെ താങ്ങിപ്പിടിച്ച് കാറിലേക്ക് നടന്നു. ഈ വാർത്ത അറിയേണ്ടിയിരുന്നില്ല. ഒരിക്കലും തോമസിന്റെ മകളാണ് താനെന്ന് കരുതിയില്ല. എന്തിനാ ദൈവമേ ഈ പാപജന്മം എനിക്ക് തന്നത്? ജീവിതത്തിൽ ഈ നിമിഷം വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. അഗാധമായ ഹൃദയവേദനയോടെ അവൾ കണ്ണുകൾ അടച്ച് കാറിന്റെ പിൻസീറ്റിലേക്ക് ചാരിക്കിടന്നു. തനിക്ക് ചുറ്റും വല്ലാത്ത നിശബ്ദത മാത്രം. ഈ ലോകത്ത് തനിച്ചായി പോയതുപോലെ ഒരു തോന്നൽ. ഒരുപക്ഷെ റോഷൻ പോലും ഇപ്പോൾ ഏറെ വെറുക്കുന്നത് എന്നെയായിരിക്കും. വീണ്ടും സങ്കടങ്ങൾ മാത്രം ബാക്കിയാകുന്നു. പക്ഷേ എന്തുകൊണ്ടോ പൂർണ്ണമായി തകർന്നുപോയി എന്ന് കരുതാനാകില്ല. ഒരു കുഞ്ഞു സന്തോഷം തൻ്റെ ഉള്ളിലുണ്ട് എന്നത് അവൾ തിരിച്ചറിയുകയായിരുന്നു. ഈ ലോകത്ത് തനിക്ക് ആരുമില്ലെന്നായിരുന്നു ഇന്നലെ വരെ കരുതിയത്. പക്ഷെ ഇന്ന് തനിക്ക് സ്വന്തമായി ഒരാളുണ്ട്, ജന്മം നൽകിയ എൻ്റെ സ്വന്തം പിതാവ്. ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാനും ആ നെഞ്ചോട് ചേർന്ന് നിൽക്കാനും എന്തെന്നില്ലാത്ത ഒരു കൊതി തോന്നുന്നു. ആ യാത്രയിൽ അവളുടെ ചിന്തകൾ കാട് കയറി. മോളെ, നേരം ഒരുപാടായി, എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. ഹരിയുടെ ശബ്ദം കേട്ട് അവൾ ചുറ്റും നോക്കി. ആ വീട്ടിലെ സോഫയിൽ വന്ന് കിടന്നതുപോലും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇല്ല, വിശക്കുന്നില്ല ഹരിയേട്ടാ, അവൾ സാവധാനം പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വാ, ഞാൻ നല്ല കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് കഴിക്കാം, വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഹരിയേട്ടാ, എനിക്ക് ആരുമില്ല, എന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കാമോ? ഹരിയേട്ടൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയായി ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ കഴിയാനാണ് എൻ്റെ ആഗ്രഹം. ഹരിയേട്ടൻ കൂടി എന്നെ ഉപേക്ഷിക്കല്ലേ, പ്ലീസ്. അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് തേങ്ങി. അയ്യേ, എൻ്റെ പുലിക്കുട്ടി ഇങ്ങനെ കരയാമോ? ജീവിതത്തിൽ ഇത്രയേറെ പ്രതിസന്ധികളെ നേരിട്ട താൻ ഇങ്ങനെ? എടോ, താൻ സ്ട്രോങ് അല്ലേ, പിന്നെന്തിനാ ഈ പ്രഹസനം? നീ ഈ ഏട്ടൻ്റെ അനുജത്തിക്കുട്ടി തന്നെയാണ്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിന്റെ ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാകും. പക്ഷേ നീ കഴിയേണ്ടത് ഇവിടെയല്ല, നിന്റെ സ്വന്തം ചെക്കൻ്റെ കൂടെയാണ്. റോഷൻ, അവൻ വരും അവൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ. ഈ ഏട്ടൻ്റെ കൺമുമ്പിൽ നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് കാണണം. ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ഹരിയേട്ടാ, ഇനി അവൻ വരില്ല. അവനെയും കുറ്റം പറയാനാകില്ല.
ആ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ മകളാണ് ഞാൻ. അതറിയാവുന്ന ആർക്കാണ് ക്ഷമിക്കാനാകുക? വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹരി അവളെ കരയാൻ അനുവദിച്ചുകൊണ്ട് അവൾക്ക് കാവലായി അവൾ കരികിലേക്കിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവളുടെ തേങ്ങക്കരച്ചിലുകൾ ചെറിയ ഏങ്ങലടികൾ മാത്രമായി കൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ ശബ്ദം മുഴങ്ങി. ആരായിരിക്കും ഹരിയേട്ടാ? അറിയില്ല, നോക്കട്ടെ. കണ്ണു തുടയ്ക്ക്. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ ആ കണ്ണുകൾ നിറയാൻ അനുവദിക്കരുത്. തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് മുൻപിൽ ഒരുപാട് സമയമുണ്ടല്ലോ. എന്തായാലും ഈ ഏട്ടനുണ്ടാകും മരണം വരെ എൻ്റെ അനുജത്തിക്ക് കാവലായി. അവളുടെ കണ്ണുനീർത്തുള്ളികളെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ വാതിൽ തുറക്കാനായി നടന്നു. അതെ, മെർലിൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും അവൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് മറ്റാരും അതറിയാൻ പാടില്ല. സ്വയം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.